കർത്താവിൻ്റെ വചനവും സുവിശേഷവും നിമിത്തം നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വളരെ പ്രാർത്ഥനയോടെ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ നിങ്ങളോട് കൈമാറിയിരിക്കുവാൻ ഞാൻ ദൈവനാമത്തിൽ ശരണപ്പെടുകയാണ്. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വേദഭാഗമാണ് നാം വായിച്ചത്. റോമാലേഖനത്തിനകത്ത് ആഴമേറിയ ഒട്ടനവധി ചിന്തനീയമായ കാര്യങ്ങളുണ്ട്. ധന്യനായ പൗലോസ്ലീഹ വിശ്വാസത്താലുള്ള നീതീകരണത്തെപ്പറ്റി ആഴമായി സവിസ്തരം വിശദീകരിച്ചു വരുന്ന ഒരധ്യായങ്ങളാണ്. കൃപയാൽ ദൈവജനത്തിന് വെളിപ്പെട്ട രക്ഷയും രക്ഷയ്ക്കകത്ത് മറഞ്ഞു കിടക്കുന്ന നിത്യമായ ദൈവിക പദ്ധതികളുമെല്ലാം അതിനകത്ത് കോർത്തിണക്കി ആമേൻ റോമാലേഖനത്തിനകത്ത് വ്യക്തമായി പൗലോസ്ലീഹ വചനത്തിൻ്റെ ആഴങ്ങൾ അല്ലെങ്കിൽ പുതുനിയമ തത്വങ്ങൾ അടർത്തിക്കൊണ്ട് ചേർത്തു നിർത്തി സവിസ്തരം വിശ്വാസത്താലുള്ള നീതീകരണം എന്ന ആശയത്തെ ദൈവസഭയ്ക്ക് കൈമാറുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശാന്തമായി പറഞ്ഞാൽ, നമ്മുടെ പ്രവൃത്തിയൊന്നും നീതീകരണത്തിന് ഇടവരുത്തുന്നില്ല. നമ്മുടെ പുണ്യപ്രവർത്തികളോ നമ്മൾ കൊടുക്കുന്ന നേർച്ച കാഴ്ചകളോ നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ അനുഷ്ഠിക്കുന്നതെന്നും ഇതെല്ലാം വേണം ക്രിസ്തീയ ജീവിതത്തിനകത്ത്. അപമ്മും നിത്യതയിൽ അല്ലെങ്കിൽ നമ്മെ നീതീകരിക്കത്തക്ക നിലവാരത്തിൽ അതിനൊന്നും പ്രാധാന്യതയില്ല. നമ്മുടെ നീതീകരണം വിശ്വാസത്താലാണ്. ആരിലുള്ള വിശ്വാസത്താൽ? കർത്താവിലുള്ള വിശ്വാസത്താൽ. കർത്താവിലുള്ള വിശ്വാസത്താൽ ലഭിച്ച രക്ഷയെപ്പറ്റി ആഴമായി പൗലോസ്ലീഹ വ്യക്തമായി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ പ്രിയരെ, നമുക്ക് ലഭിച്ച നീതീകരണം പാപത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന ആർക്കും ദയ തോന്നാതെ വണ്ണം, ഒരു കണ്ണുകൾക്കും ദയ തോന്നാതെ വണ്ണം പാപത്തിൻ്റെ അകൃത്യത്തിൻ്റെ പടുകുഴിയിൽ കിടന്ന നമ്മെ തേടി വന്ന ഒരു കരമുണ്ട്. ആ കരത്തിൻ്റെ പിന്നിൽ ചലിച്ചൊരു ആഴമേറിയൊരു ത്യാഗമുണ്ട്, ആഴമേറിയൊരു യാഗമുണ്ട്. ആ യാഗത്താൽ വെളിപ്പെട്ട രക്ഷയെ വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കുക എന്നതാണ് റോമാലേഖനം നമ്മെ പഠിപ്പിക്കുന്നത്. ഇന്ന് പകൽക്കാലം നാം ഇവിടെ വന്നത് കർത്താവിൽ വെളിപ്പെട്ട വിശ്വാസത്താലാണ്. ഏതോ ജീവിതത്തിൻ്റെ മേഖലകൾക്കകത്ത് നമ്മുടെ ജീവിതത്തിനകത്ത് ഒരുപക്ഷെ വെളിപ്പെട്ട രോഗസൗഖ്യമായിരിക്കാം, ഏതോ ദൈവദാസന്മാർ വേദികളിൽ നിന്ന് കേട്ട രക്ഷയുടെ ദൂതുകളായിരിക്കാം നമ്മെ ദൈവിക വിശ്വാസത്തിലേക്ക് അടുപ്പിച്ചത്. ആ വിശ്വാസം ഇവിടെ കൊണ്ട് തീരുന്നതല്ല, നമ്മുടെ പ്രത്യാശ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നതല്ല, നമ്മുടെ രക്ഷ ഇവിടെ കൊണ്ട് തീരുന്നതല്ല. ഇതിനപ്പുറം ഒരു ലോകമുണ്ടെന്നും ഇതിനപ്പുറം ഒരു രക്ഷയുണ്ടെന്നും ഇതിനപ്പുറം ഒരു ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമുയർത്തി എൻ്റെ ദൈവത്തിന് ആരാധന കൊടുക്കണം. ഇന്ന് പകൽക്കാലം ആദ്യത്തെ മനുഷ്യനായ ആദാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ നീതിയുടെ വസ്ത്രം, ഒടുക്കത്തെ ആദാമിലേക്ക് നിന്ന് നമുക്ക് തിരിച്ചു നൽകിയ നീതിയുടെ വസ്ത്രം, ഇന്ന് പകൽക്കാലം അത് ലഭിച്ചത് നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചത് കൊണ്ടാണ്. ആ ദൈവത്തിൽ വിശ്വാസമുള്ളവർ കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ടെ. അല്പസമയം കരമടിച്ച് അമല്ല ദൈവത്തിനൊന്ന് ആരാധന കൊടുത്താട്ടെ. വിശ്വാസമുള്ളവർ മാത്രം ദൈവത്തെ ആരാധിച്ചാട്ടെ. ഈ പകൽക്കാലം കാഴ്ചകൾ കൊണ്ടല്ല, തർപ്പണങ്ങൾ കൊണ്ടല്ല, നേർച്ചകൾ കൊണ്ടല്ല, ഇന്ന് പകൽക്കാലം വിശ്വാസത്താ ഒരു പൈസ ചിലവാക്കാതെ, ഒരു മലയും ചവിട്ടിക്കയറാതെ, ഒരു കുന്നും ചവിട്ടിക്കയറാതെ, ഒരു പുണ്യ ആരാധനാലയങ്ങളിൽ പോയി കുമ്പിട്ടിട്ടല്ല പ്രിയരെ ഈ രക്ഷ ലഭിച്ചത്, ഈ നീതീകരണം ലഭിച്ചത്. ഇത് വിശ്വാസത്താൽ ലഭിച്ചതാണ്. ഇന്ന് പകൽക്കാല വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചവരുണ്ടെങ്കിൽ ഈ പകൽക്കാലം ദൈവത്തെ ഒന്ന് ആഴമായി ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാട്ട്. ഇന്ന് പകൽക്കാലം നമ്മുടെ ജീവിതത്തിനകത്ത് മറഞ്ഞു കിടന്ന പാപത്തിന്റെ പ്രവണതകളെ ഇന്ന് പകൽക്കാല വെട്ടിമാറ്റിയിട്ട് ദൈവത്തോടുള്ള വിശ്വാസം ഈ പകലും വർദ്ധിക്കും, ഈ പകലും ആഴമായി വെളിപ്പെടും ഒരു പകലായി പകൽക്കാലം മാറട്ടെ. ഓ ശമന ബലഘടക ബരാദലഘടക അർക്കമാനതരഘടക. പ്രിയരെ, ഒരേ ഒരു വഴിയേ ഉള്ളൂ നീതീകരിക്കപ്പെടാൻ.
ഒരു മാർഗമേ ഉള്ളൂ നീതീകരിക്കപ്പെടാൻ. ഒരേ ഒരു വഴിയേ ഉള്ളൂ സ്വർഗരാജ്യത്തിലെത്താൻ. അത് വിശ്വാസത്താൽ വെളിപ്പെട്ട വഴിയാണ്. ആ വഴിയിലാണ് നാം സഞ്ചരിക്കേണ്ടത്. ആ വഴിയിലാണ് ദൈവം നമ്മെ വിളിക്കുന്നത്. ഈ മാർഗം വിശ്വാസത്തിൻ്റെ മാർഗമാണ്. ഈ മാർഗം കൃപയുടെ മാർഗമാണ്. ഈ മാർഗം സത്യത്തിൻ്റെ മാർഗമാണ്. അതുകൊണ്ട് ഈ മാർഗത്തിനകത്ത് കയറി കഴിഞ്ഞാൽ ലഭിക്കുന്ന ഒന്നാമത്തെ കാര്യം, നാം നീതീകരിക്കപ്പെടും, നാം വിശുദ്ധീകരിക്കപ്പെടും. ഇന്ന് പകൽക്കാലം നീതീകരിക്കപ്പെട്ടവരായ ഈ ഹാളിനകത്തിരിക്കുന്നത്, ലൈവിലൂടെ എന്നെ കേൾക്കുന്നത്, നമുക്കൊരു പ്രത്യാശയുണ്ട്. നമ്മൾ വിശുദ്ധീകരണത്തിന്റെ ട്രാക്കിലൂടെ തേജസ്വീകരണത്തിലേക്ക് ഒരു നാൾ എടുക്കപ്പെടും. 6 അടി മണ്ണിൽ 3 അക്ഷരമാകുന്ന മരണം നമ്മെ കാർന്നു തിന്നാലോ അതിനപ്പുറം നമുക്ക് വേണ്ടി മറച്ചിട്ടിരിക്കുന്ന ഒരു നീതീകരണത്തിന്റെ പുറകിൽ ചലിക്കുന്ന ഒരു തേജസ്വീകരണമുണ്ട്. ആ തേജസ്സിന്റെ പൊൻപുലരിയിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, വിണ്ണിലെ കാഹളത്തോടും കൂടെ വരുമ്പോ, ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും ജീവനോടെ ശേഷിക്കുമെന്ന് രൂപാന്തരപ്പെടുമെന്ന ഒരു വിശ്വാസമല്ലേ ഈ പകലും ഈ ദൈവത്തിന് വേണ്ടി ജീവിപ്പാ, ഈ ദൈവത്തിന്റെ മാർഗത്തെ വിശുദ്ധിയോടും വേർപാടോട്, ഈ ക്രിസ്തീയ ജീവിത ഭയത്തോട് നമ്മെ ജീവിപ്പാനിടയാക്കുമവർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ലഭിച്ച രക്ഷ വിശ്വാസത്താലാണ്. നമുക്ക് ലഭിച്ച നീതി വിശ്വാസത്താലാണ്. നമ്മുടെ ജീവിതമാകുന്ന വസ്ത്രം, നമ്മൾ ഞാൻ ഇന്നിട്ടിരിക്കുന്ന വെള്ള വസ്ത്രം കറ പുരണ്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഞാൻ ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പേ മാറ്റി വേറെ നല്ലതൊന്നിടും, അല്ലെങ്കിൽ കഴുകി നന്നാക്കും. അതുപോലെ ഇന്ന് പകൽക്കാലം സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, നമ്മിൽ നിന്ന് പാപത്തിൻ്റെ പ്രവണതകളെ വെട്ടിമാറ്റി നീതിയുടെ വസ്ത്രം വീണ്ടും ദൈവം നമുക്ക് തന്നത് തേജസ്വീകരണത്തിലേക്ക് പോകാം, തേജസ്വീകരണത്തിലേക്ക് പോകാം. ഈ ലോകത്തിലെ താൽക്കാലിക സുഖങ്ങൾക്കകത്തൊതുങ്ങരുത്, ഈ ലോകത്തിലെ താൽക്കാലിക നന്മകൾക്കകത്തൊതുങ്ങരുത്. ലോകത്തിലെ നന്മകൾ കണ്ട് കണ്ണു മഞ്ഞളിച്ച് ഇവിടെയൊന്നും സ്റ്റക്കായി നിൽക്കരുത്. ഇതിനപ്പുറം നിത്യമായതൊന്നുണ്ട്, ഇതിനപ്പുറം നിത്യമായതൊന്നുണ്ട്. ഈ പകൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഈ നീതി വിശ്വാസത്താലാണ്. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടാരത്തിനകത്തുള്ള പലരും ഈ മാർഗത്തിനകത്തില്ലെങ്കിൽ, ഈ നീതീകരണം എന്ന ട്രാക്കിനകത്തില്ലെങ്കിൽ, സ്നാനപ്പെട്ടിട്ടില്ലെങ്കിൽ, ദൈവകൃപയിലില്ലെങ്കിൽ, ദൈവത്തെ ആരാധിക്കാൻ നിന്റെ കൂടെ ആലയത്തിനകത്തില്ലെങ്കിൽ, നീ അറിഞ്ഞ സത്യമെടുക്ക, നിന്റെ തലമുറകളില്ലെങ്കിൽ, ഈ പകലൊന്ന് പ്രാർത്ഥിക്കണം. അതാ കുറിവാക്യമായി വായിച്ചത്, നീതീകരിക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട കൃപയാലുള്ളൊരു ശേഷിപ്പുണ്ട്. ഈ കാലഘട്ടത്തിലും കൃപയിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഒരു ശേഷിപ്പുണ്ട്. നീ ദൈവത്തെ വ്യവസ്ഥയോട് ആരാധിച്ച, ദൈവത്തിന്റെ മാർഗത്തിൽ നീ വ്യവസ്ഥയോട് നിന്ന് നിന്റെ കൂടാരത്തിനകത്ത് ദൈവം മറച്ചിട്ടിരിക്കുന്ന ചില ശേഷിപ്പുകളുണ്ട്. എന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവം തന്നൊരു ദൂതുണ്ട്. ഈ സഭയ്ക്കകത്ത് ദൈവം മറച്ചിട്ടിരുന്ന, ഈ ആരാധന തുടങ്ങുന്നതിന് മുമ്പ് ദൈവം ഒരുക്കി മറച്ചിട്ടിരുന്ന ചില ശേഷിപ്പുകള് എന്റെ ദൈവം പുറത്തെടുക്കാൻ പോകുക, ചിലതിനെ പുറത്തെടുക്കാൻ പോകുക. ശൂന്യമെന്ന് പറഞ്ഞ ജീവിതം, ശൂന്യമെന്ന് പറഞ്ഞ തീർന്നെന്ന് പറഞ്ഞ നിന്റെ കൂടാരത്തിനകത്തുനിന്ന് ചില ശേഷിപ്പുകള് ഈ പകൽ എന്റെ ദൈവം പുറത്തെടുക്കാൻ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ച് ശമാനാവ അർത്ഥമാന ഭൂരഘടകഭാരധാര വ്യക്തമായി വ്യക്തമായി ഇടപെടുകയാണ്. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവം ചില ശേഷിപ്പുകൾ വച്ചിട്ടുണ്ട്. ചില കൂടാരങ്ങൾക്കകത്ത് ദൈവം ചില ശേഷിപ്പുകൾ വച്ചിട്ടുണ്ട്. ഈ പകൽക്കാലം നിന്റെ കണ്ണിന്റെ മുൻപിൽ ഇല്ലെങ്കിൽ, നിന്റെ കണ്ണിന്റെ മുൻപിൽ കാണാൻ കഴിയുമില്ലേൽ ചില ശേഷിപ്പുകളുണ്ട്. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ സഭയ്ക്ക് വേണ്ടി, നിന്റെ തലമുറയുടെ ഭാവിക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ നിന്റെ ശുശ്രൂഷയ്ക്ക്
എനിക്ക് വേണ്ടി ചില ശേഷിപ്പുകളെ എൻ്റെ ദൈവമാക്കി വെച്ചിട്ടുണ്ട്. ഈ പകൽ ഞാൻ ആത്മാവിൽ വചന ആഴമായി ഡിക്ലെയർ ചെയ്യുകയാണ്. ഞങ്ങളുടെ ആലയത്തിനകത്ത് ശേഷിപ്പുകൾ എഴുന്നേറ്റ് വരട്ടെ, ചില ശേഷിപ്പുകൾ എഴുന്നേറ്റ് വരട്ടെ. മടയത്ത് ആമേ മണ്ണിന്റെ അടിയിൽ നിന്ന് കുമ്മുളുകൾ പൊങ്ങി വരുന്നത് പോലെ വൃക്ഷത്തിന്റെ വേരുകൾ മഴയ്ക്കത്ത് ജീർണിച്ചു പോയ വേരുകൾക്കകത്തുനിന്ന് മുള പൊട്ടി വരുന്നത് പോലെ ഇന്ന് പകൽ ചില ശേഷിപ്പുകൾ ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് എഴുന്നേറ്റു വരട്ടെ. വിശ്വസിക്കാമെങ്കിൽ കരമടിച്ചു വായ്കളെ തുറമ. ഈ പകൽ ദൈവത്തിന് ആരാധന കൊടുക്കുക. ഒരു ഉറപ്പ് ഞാൻ പറയാം, ദൈവത്തെ വ്യവസ്ഥയോടെ നിൽക്കുന്ന വ്യക്തിയുടെ കൂടാരത്തിനകത്ത് ദൈവം ചില ശേഷിപ്പുകൾ വച്ചിട്ടുണ്ട്. ദൈവം ചില ശേഷിപ്പുകൾ വച്ചിട്ടുണ്ട്. ഇന്നു പകൽ അർഹതയില്ലാത്ത ഇടത്ത്, അർഹതയില്ലാത്ത നിലവാരത്തിൽ ഇരിക്കുമ്പോഴും ദൈവത്തിന് വേണ്ടി ആമേൻ മുറുകെ പിടിച്ചു നിൽക്കുന്ന വിശ്വാസമില്ലേ? എത്ര താഴ്ചകൾ വന്നിട്ട്, എത്ര ശോഭനകൾ വന്നിട്ട്, എത്ര കടഭാരം വന്നിട്ട്, എത്ര രോഗത്തിന്റെ വിഷയങ്ങൾ വന്നിട്ട് ഈ മാർഗം വിട്ടു പോകാ എല്ലാം എതിരായി നിന്നിട്ട് ഈ മാർഗത്തെ പിടിച്ചു തൂങ്ങി ഈ വിശ്വാസത്തിന് വേണ്ടി നീ നിലവില്ലേ? ഈ ദൈവത്തിന് വേണ്ടി നിന്നില്ലേ? നിന്റെ കൂടാരത്തിനകത്ത് ഒരു ശേഷിപ്പുണ്ട് കുഞ്ഞേ, നിന്റെ കൂടാരത്തിനകത്ത് ഒരു ശേഷിപ്പുണ്ട്. ഓ ശബരബലഗടഗബരാദലഗടഗബര അർത്ഥമാനധുരാദഗ ചരാദഗടഗടഗബരാദലഗടഗ അർത്ഥരാദരഗടഗബരാദരഗടഗ റമാനദലഗടഗ ഗന്ധരാരഗൽഖവ. പ്രിയരെ, ഞാൻ ആത്മാർത്ഥമായി പറയാം, നീ ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീരെങ്കിലും ദൈവസന്നിധിയിൽ നീ ഒഴുക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ കണ്ണുനീർ തുള്ളികൾ ഇന്നും ആമേൻ അവൻ സംരക്ഷിച്ചു വച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്നു പകൽക്കാലം ലോകത്തിലുള്ള ഒന്നും എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ആമേൻ ഇന്നും അവൻ സംരക്ഷിച്ചു വച്ചിട്ടില്ല. പക്ഷെ നിന്റെ കണ്ണുനീർ തുള്ളികൾ അവൻ്റെ കരങ്ങൾ സുരക്ഷിതമാണ്, അവൻ്റെ തുരുത്തിക്കകത്തുണ്ട്. ഈ പകൽ ദൈവസന്നിധിയിലിരുന്ന് വാവിട്ട് നിലവിളിക്കുന്ന ഒരു കണ്ണുനീർ തുള്ളിയുണ്ടല്ലോ, അതിന്ന് പകൽക്കാലം ആകാശമണ്ഡലങ്ങളെ കീറി ദൈവത്തിന്റെ സന്നിധിയിലെത്തിയിട്ടുണ്ട്. അവന്റെ തുരുത്തിയിൽ നിന്റെ കണ്ണുനീർ തുള്ളികളുണ്ട്. അവൻ ഒരു നാൾ അത് അളന്നെടുക്കും. അവൻ ഒരു നാൾ ആ തുരുത്തി തുറന്ന് ആ കണ്ണുനീർ തുള്ളികൾ അളന്നെടുത്ത് തുല്യമായ ചില ശേഷിപ്പുകളെ നിന്റെ കൂടാരത്തിനകത്ത് എത്രയോ രാത്രിയെ പകലാക്കി കരഞ്ഞു, എത്രയോ ജീവിതത്തിന്റെ മേഖലകളിൽ കർത്താവേ എമ്മിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത്, എമ്മിനാ എന്റെ കുടുംബത്തിനകത്ത് ഇങ്ങനെ വന്നത്. എല്ലാ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഞാൻ ആ വിശ്വാസത്തെ മുറുകെ പിടിച്ചതല്ലേ. എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെ ഇല്ലാഞ്ഞിട്ട്, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഇല്ലാഞ്ഞിട്ട്, എൻ്റെ ഭാര്യ എൻ്റെ വിശ്വാസത്തിന് എതിരായിരുന്നിട്ട്, എൻ്റെ മക്കളെല്ലാം എനിക്കെതിരായിരുന്നിട്ട് അങ്ങേ ഞാൻ മുറുകെ പിടിച്ചു നിന്നത് ആ വിശ്വാസത്തിന് വേണ്ടിയല്ലേ. ആ ദൈവത്തെ ഞാൻ മുറുകെ പിടിച്ചത് ഈ വിശ്വാസം കൊണ്ടല്ലേ എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ? ഈ പകൽ നിന്റെ കൂടാരത്തിനകത്ത് ആരും അറിയാത്തൊരു ശേഷിപ്പ്, ആരും അറിയാത്ത ചില ശേഷിപ്പുകൾ എന്റെ ദൈവം മറച്ചിട്ടുണ്ട്. വൈഡബലംദേ ക്ഷീരബലംദേ അർത്ഥമാന ശാരാബാര റീഖാമാന ഓ ശാബാരാബാല ധരാധര ശരാബലഗടഗവരാദലഗടഗ അർത്ഥലാദഗന്ധരാരഗൽഖബ ശരാബലാരഗൽഖബ
ഒരിക്കൽ മാമേൻ മോശ മലയുടെ മുകളിലേക്ക് കയറുകയാണ്. മലയുടെ മുകളിലേക്ക് കയറി വരികയാണ്. താഴ്വാരത്തുനിന്ന് മലയുടെ മുകളിലേക്ക് കയറി വരുമ്പോൾ മോശയെ ഒറ്റയ്ക്ക് കടന്നു പോവുകയാണ്. ഒറ്റയ്ക്ക് കടന്നു പോകുമ്പോൾ കൂടെ ഓടുന്ന രണ്ടെണ്ണ, ഒരുത്തൻ്റെ പേര് അഹരോൻ, മറ്റൊരുവൻ്റെ പേര് ഹൂര്. ആരെയും വിളിക്കാതെ ദൈവ സാന്നിധ്യത്തിനകത്ത് ഇസ്രായേൽ ജനം പാളയത്തിനകത്തളത്തിൽ താഴ്വരയിൽ യോശുവയുടെ നേതൃത്വത്തിനകത്ത് യുദ്ധം നേരിട്ട് കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേൽ പരാജയം മണത്തു തുടങ്ങുമ്പോൾ മോശ താഴ്വരയുടെ മുകളിൽ മലയുടെ മുകളിൽ കയറി മുഴങ്കാലിരുന്നിട്ട് ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവസന്നിധിയിൽ മോശയുടെ കരമുയർന്നു നിൽക്കുമ്പോൾ താഴ്വരയിൽ യോശുവ യുദ്ധം ജയിക്കുകയാണ്. താഴ്വരയിൽ യുദ്ധം ജയിക്കുകയാണ്. ഏതൊക്കെ മോശമാ ഈ ദൂത് കേൾക്കുന്നുണ്ട്. ഈ പകൽ നിന്റെ കരം ഉയർന്നിരുന്ന നിന്റെ കുടുംബത്തെ തകർക്ക, നിന്റെ സഭയെ തകർക്ക, നിന്റെ ശുശ്രൂഷയെ തകർക്ക, നിന്റെ തലമുറയെ തകർക്ക. ഒരു വാളിനും ഒരു പൈശാചികം രാമനാഥ കരങ്ങൾ ഉയരട്ടെ, പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയരട്ടെ, ആരാധനയുടെ കരങ്ങൾ ഈ പകൽ ഉയർന്നിരിക്കട്ടെ. പ്രാർത്ഥന നഷ്ടപ്പെട്ടവരിലേക്ക് പ്രാർത്ഥനയുടെ വര ഈ പകൽ തിരിഞ്ഞു വരട്ടെ. ഈ പകൽ ചിലവിന്റെ മാവിന്റെ അധികാരങ്ങൾ വീണ്ടും കൈമാറപ്പെടട്ടെ. ഓ ശാമാനതേ അർത്ഥമാണതേ. ശിംശോൻ ഒരിക്കൽ പറഞ്ഞു, one more chance Lord, give me one more chance. ഒരിക്കൽ കൂടെ ആ ശക്തിയെ, ആ കൃപയെ ഒന്ന് മടക്കി തരണമേ. ഇന്ന് പകൽ കാഴ്ചക്കാരായിരിക്കണമെന്നവർക്ക് ഈ പകൽ ഇരിക്കുക, എങ്ങനെയോ ഈ ദൂതേറ്റെടുക്ക. പക്ഷെ ചിലർ ഈ പകൽ കരമുയർത്താൻ റെഡിയാ, അഭിഷേകത്തെ പുതുക്കാൻ റെഡിയാ. താഴ്വരയിൽ വിജയങ്ങൾ നിന്റെ കൂടാരത്തിന് പേര്, നിന്റെ വാഗ്ദത്തത്തിന് പേര്, നിന്റെ തലമുറയ്ക്ക് പേര്. വരുന്ന ചിലവിനെ വെട്ടിവീഴ്ത്ത കരുത്തുള്ള യോശുവമാ ഈ പട്ടണത്തിനകത്ത് എഴുന്നേറ്റ് വരട്ടെ. ഈ പകൽ ഞങ്ങൾ സഭയാ ആത്മാവിൽ ചിലവ് കൽപ്പിക്കുക. Right now in the name of Jesus. ഓ ശക്തിയുള്ള ചിലവ്, അധികാരമുള്ള ചിലവ്, അഭിഷേകമുള്ള ചിലവ് ഈ പകൽ എഴുന്നേറ്റ് വരട്ടെ. What a mighty Lord. What a mighty Lord we serve. കരമുയർത്താൻ ഒരു മോശയുണ്ടോ? കരമുയർത്താൻ ഒരു മോശയുണ്ടോ? താഴ്വരയിൽ വെളിപ്പെടുന്ന യുദ്ധത്തെ, ആ യുദ്ധത്തിന്റെ പിന്നിൽ ചലിക്കുന്ന ശക്തിയെ തകർത്ത് ജയം നൽകാൻ ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ആത്മാവിൽ നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനയെ മടക്കി പിടിക്കണം. ദൈവം തമ്മ കൃപയെ മടക്കി പിടിക്കണം. കൂടാരങ്ങളിൽ വെളിപ്പെടുന്ന അനർത്ഥങ്ങള്, തലമുറയ്ക്ക് മേലെ വെളിപ്പെടുന്ന പ്രതിസന്ധിയെ, ആരാധനയ്ക്ക് വിപരീതമായിരുന്ന വ്യക്തി ജീവിതങ്ങള്, ഇരുട്ടിന്റെ പദ്ധതികള് മുന്നമേ വെട്ടിമരത്ത അഭിഷേകമുള്ള മോശമോ ഇന്ന് പകൽ വ്യക്തമായ ദൈവിക വെളിപ്പാട് ചില കൂടാരങ്ങൾക്കകത്ത് വലിയ വിടുതലുകളെ കൊണ്ടുവരുന്നു. ഓ ശമനബലഘടക, ചരിത്രപരമായ ചില വഴിത്തിരിവുകൾ ദൈവസഭയ്ക്ക് പകലുണ്ടാകുന്നു. ചരിത്രപരമായ ചില വഴിത്തിരിവുകൾ ദൈവസഭയ്ക്കകത്തുണ്ടാകുന്നു. വർഷങ്ങളായി സഭയുടെ വളർച്ചയെ തടഞ്ഞു വെച്ച ദുരാത്മാവിന്റെ കെട്ടുകൾ ഈ പകൽ അഭിഷേകം പൊട്ടിക്കുക. കിലബിന്റെ മുഖങ്ങൾ ഈ പകൽ അഭിഷേകം.
ലൈവിലൂടെ ഞങ്ങളെ കാണുന്നവർ ഈ പകൽ പ്രാർത്ഥിക്കുക, ഈ പകൽ പ്രാർത്ഥിക്കുക. മാറിയിരുന്ന കരയുക. നിന്റെ ചരിത്രത്തെ തിരിക്കുമോ, നിന്റെ ചരിത്രത്തെ തിരിക്കുമോ വലിയ ദൈവ പ്രവർത്തികൾ. ഷാരാബാല അർത്ഥമാന അർത്ഥേലേഖേ ഷാരാധാര വൈഡമാന അർത്ഥമാന ഷാരാധാര ഷാരാധാര വൈഡപരംധര വക്ഷപരംധര ഘടകപരാധല 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 റിഖാമാന. കൃപയാലുള്ള ചില ശേഷിപ്പുകൾ, കൃപയാലുള്ള ചില ശേഷിപ്പുകൾ ദൈവസഭയ്ക്കകത്തുനിന്ന് പുറത്തു വരട്ടെ. ഓ ഘടക. അങ്ങനെ ഈ കാലത്തില് കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് പുറത്തു വരട്ടെ. ആ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ശേഷിപ്പുകൾ പുറത്തു വരട്ടെ. പ്രിയരേ, മോശയുടെ കരമുയർന്നിരിക്കുമ്പോൾ പാളയത്തിനകത്ത് യോശുവ യുദ്ധം ജയിക്കുക. സ്നേഹത്തോടെ ഞാൻ പറയാം, കൂടാരത്തിനകത്ത് ആരാധന കുറയരുത്. നിങ്ങൾ ഏത് ചെവി കൊണ്ട് കേട്ട് ഈ വഴി കളഞ്ഞാലും ഞാൻ പറയാനുള്ളത് പറയൂ. കൂടാരത്തിനകത്ത് ആരാധന കുറയരുത്, ആരാധനയുടെ ശബ്ദം കുറയരുത്. വ്യക്തിപരമായ ജീവിതത്തിനകത്ത് ആരാധന കുറയരുത്. ആരാധന അലക്ഷ്യമായി വിചാരിക്കരുത്. ആരാധന മടി കൊണ്ട് നീ തീർത്ത് കളയരുത്. ആരാധിക്കുന്നവന് വിജയമുണ്ട്. ആരാധിക്കുന്നിടത്താണ് വിജയമുള്ളത്. ആരാധിക്കുന്നവന്റെ കൂടാരത്തിനകത്താണ് ജയത്തിന്റെ ഘോഷമുള്ളത്. ആരാധിക്കുന്നവന്റെ കൂടാരത്തിനകത്താണ് ജയമുള്ളത്. നമുക്ക് തൃപ്തിപ്പെടുത്താൻ പാസ്റ്റർ വരാത്തതെന്ന് ചോദിക്കുമ്പോ പാസ്റ്ററെ കണ്ണിൽ പൊടിയിടാൻ നമുക്ക് 100 എക്സ്ക്യൂസ് കാണും. എല്ലാം പാസ്റ്റർ തലയാട്ടുമായിരിക്കും, ഞാൻ ഉൾപ്പെടെ. ഞങ്ങൾക്കിതൊന്നും ഒരു വിഷയമല്ല. പക്ഷെ ഈ വിഷയങ്ങളൊന്നും ദൈവത്തിൻ്റെ അടുക്കൽ നടക്കില്ല. ഇതൊന്നും ദൈവത്തിൻ്റെ അടുക്കൽ നടക്കില്ല. അത് നീ പറഞ്ഞാലും ഞാൻ പറഞ്ഞാലും നടക്കില്ല. ഇന്ന് പകൽ വ്യവസ്ഥയോടെ ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുന്നവന് വിജയമുണ്ട്. എത്ര പ്രതികൂലങ്ങൾ വന്നാലും, ഒറ്റയ്ക്ക് ആരാധിക്കേണ്ടി വന്നാലും, കൂടെ ആരുമില്ലേലും, ഒരു സപ്പോർട്ട് പറയാൻ, ഒരു വാക്കും പറയാ ആരും മെനക്കില്ലേലും, ഇന്ന് പകൽ നീ ആരാധിക്കാൻ മടിക്കരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബേസ് എന്ന വാക്കിനർത്ഥം ദുഃഖപുത്രൻ, വ്യസനപുത്രൻ. പക്ഷേ അവൻ്റെ സഹോദരന്മാരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാ. അവൻ ജനിച്ച കാലം മുഴുവൻ കേൾക്കുന്നത് ദുഃഖപുത്രൻ എന്ന വാക്കാണ്. നമ്മുടെ ഭാഷയെ പറഞ്ഞാൽ ഗുണം പിടിക്കാത്തവൻ, ഒന്നിനെ കൊള്ളാത്തവൻ. പക്ഷേ എഫേസിൻ്റെ ഒരു പ്രത്യേകത വചനം പറയുന്നുണ്ട്. അവലേക്ക് ആഴമായി ഞാൻ പോകുന്നില്ല. അവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. വചനം പറയുന്നു, അവൻ്റെ സഹോദരന്മാരെക്കാൾ എഫേസിനെ ദൈവം അനുഗ്രഹിച്ചു. ഇന്ന് പകൽ അനുഗ്രഹത്തിന്റെ പിന്നിലുള്ള വിജയത്തിന്റെ രഹസ്യം എമ്മ കേൾക്കണോ? അത് പ്രാർത്ഥനയാണ്, അത് ആരാധനയാണ്. ആരാധന എവിടെയുണ്ടോ അവിടെ അനുഗ്രഹമുണ്ട്, അവിടെ വിജയമുണ്ട്, അവിടെ ദൈവിക സമൃദ്ധിയുണ്ട്. ഹല്ലേലൂയ. അതല്ലേ നമ്മൾ പാടി ആരാധിച്ചത്? ഒന്നും കണ്ടിട്ടല്ല, എൻ ജീവിതാരംഭം വിശ്വാസത്തിന്റെ കാൽച്ചുവടിലത്രേ. തന്നിടുമേ സ്വർഗ പണ്ണാരത്ത് നിന്ന്
ഒന്നിനും മുട്ടില്ലാതെ നടക്കണോ? ഇന്ന് നീ ആരാധിച്ച നിന്റെ തലമുറയ്ക്കുള്ളവ മാത്രമല്ല, തലമുറയോട് കരുതി ചിലത് ശേഷിപ്പുകളായി നിന്റെ കൂടാരത്തിനകത്ത് മറച്ചു വയ്ക്ക. നിന്റെ അന്യഭാഷയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ ആരാധനയ്ക്ക് ശക്തിയുണ്ട്, നിന്റെ സ്തോത്രത്തിന് ശക്തിയുണ്ട്, നിന്റെ സമർപ്പണത്തിന് ശക്തിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശെ ആരാധിച്ചു. എത്ര ആരാധിക്കും? അവരുടെ കരങ്ങൾ ഉയർന്നിരുന്നപ്പോഴെല്ലാം കൂടാര താഴ്വരയ്ക്കകത്ത് യുദ്ധം യോശുവ ജയിക്കുന്നു. ആമേ, എത്രത്തോളം ഒരു മനുഷ്യന് കൈ ഉയർത്തി വയ്ക്കാൻ പറ്റും? പക്ഷെ താണ്ടെ താഴ്വരയിൽ യുദ്ധം പരാജയപ്പെട്ട് യോശുവയും സൈന്യം യുദ്ധത്തിൽ നിന്ന് പിന്മാറി പരാജയത്തിൻ്റെ വേദനാജനകമായ അവസ്ഥകൾ അനുഭവിച്ചു തുടങ്ങുമ്പോൾ വാണ്ടെ അഹരോനും ഹൂരും കൂടെ താഴ്വരയിലേക്ക് ഓടിക്കയറിയിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? ഉയർന്നിരുന്ന മോശയുടെ കരത്തെ രണ്ടുപേരും തോള് വച്ച് താങ്ങി ഉയർത്തിപ്പിടിച്ചു. അവരുടെ കരം കൊണ്ട് താങ്ങി ഉയർത്തിപ്പിടിച്ചു. എന്നറിയാമോ? ഇവന്റെ കരം താങ്ങിയാൽ, ഇവന്റെ തരം താങ്ങിയ യുദ്ധത്തിന് ജയമുണ്ട്, യുദ്ധത്തിന് ജയമുണ്ട്. ഇവന്റെ കരമൊന്ന് താഴ്ന്ന യുദ്ധം പരാജയപ്പെട്ടു പോകും. ഞങ്ങളുടെ തലമുറകൾ ഉൾപ്പെടെ സകലരും തകർന്നു പോകും. ഇന്ന് പകൽ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനെ തളർത്തരുത്, പ്രാർത്ഥിക്കുന്നവനെ തളർത്തരുത്, ആരാധിക്കുന്നവനെ തളർത്തരുത്, കൃപയുള്ളവനെ ഒതുക്കരുത്. അവനെ ഉയർത്തണം, അവനെ ലിഫ്റ്റ് ചെയ്യണം, അവനെ ഉയർത്തണം, അവനെ ലിഫ്റ്റ് ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, പ്രാർത്ഥിക്കുന്നവനെ തളർത്തരുത്, ആരാധിക്കുന്നവനെ തളർത്തരുത്. അതാണ് നിങ്ങളുടെ ജീവിത വിജയം. അവിടെയാണ് ജീവിതത്തിന്റെ വിജയം നടക്കുന്നത്. പ്രാർത്ഥിക്കുന്നവനെതിരെ കുത്തുവാക്ക് പറയരുത്, പ്രാർത്ഥിക്കുന്നവന്റെ കയ്യെ തളർത്തരുത്. തളർത്തിയ നീ പരാജയപ്പെട്ടു പോകും, നിന്റെ കുടുംബം പരാജയപ്പെട്ടു പോകും, നിന്റെ തലമുറകൾ പാളയത്തിനകത്ത് യുദ്ധത്തിൽ തകർന്നു പോകും. അതുകൊണ്ട് അഹരോനും ഹൂരും മോശയുടെ കരം ഒന്ന് താങ്ങി പിടിച്ചു. ഈ തലമുറയിൽ പ്രാർത്ഥിക്കുന്നവനെ താങ്ങോ. എത്ര പേർ റെഡിയാണ്? കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. സ്നേഹത്തോടെ ഞാൻ പറയാം, നിങ്ങളുടെ കൂടാരങ്ങളിൽ ഭർത്താവിനേക്കാൾ ഭാര്യ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ഭർത്താവ് അതിനെ കെടുത്തരുത്. കെടുത്തിയാൽ പരാജയം ഉറപ്പാണ്. ഭാര്യ ഭർത്താവ് നിന്നെക്കാൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നീ കെടുത്താൻ പോകരുത്. നീ ഇല്ലാത്ത വാക്ക് പറഞ്ഞ് കെടുത്താൻ പോകരുത്. കെടുത്തിയാൽ പരാജയം ഉറപ്പാണ്. നീ പ്രാർത്ഥിക്കുന്നവരെ എൻകറേജ് ചെയ്യണം, കൃപയുള്ളവരെ എൻകറേജ് ചെയ്യണം. സ്നേഹത്തോടെ പറയട്ടെ മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്ക് ദൈവരാജ്യത്തോടും ദൈവവേലയോടും ആഗ്രഹം കൂടുതലാണെങ്കിൽ, അവർ ദൈവവേലയോട് ചേർന്ന് നിൽക്കാൻ കൊതിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ സംസാരങ്ങൾ അവരെ തളർത്തുന്നതാകരുത്, അവരെ ഉയർത്തുന്നതാകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ട് തലമുറകൾ വഴിപിടച്ചു പോകുന്നു? മദ്യത്തിനും മയക്കുമരുന്നിനും ആകാത്ത കൂട്ടുകെട്ടുകളും അവരെ പിടിച്ചു കയറുന്നു. ഒത്തിരി ഇസങ്ങളുടെ പിറകെ, ഒത്തിരി മതങ്ങളുടെ പിറകെ, ഒത്തിരി രാഷ്ട്രീയങ്ങളുടെ പിറകെ അവർ ഒരു അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്താ? പ്രാർത്ഥിക്കുന്നവർ കുറയുന്നു. സ്നേഹത്തോടെ ഞാൻ പറയാം, കരമുയർത്താനാണ് നിന്നെ വിളിയെങ്കിൽ, ഒറ്റയ്ക്കേ ഉള്ളുവെങ്കിലും പ്രാർത്ഥിക്കുന്നവരെ അങ്ങ് ഉയർത്തിക്കോണം. നിന്റെ കൂടാരത്തിന് വിടുതല, നിന്റെ സഭയ്ക്ക് വിടുതല, നിന്റെ തലമുറയുടെ ചരിത്രത്തെ അത് മാറ്റും. വലിയ കൃപയൊന്നും കാണില്ല, വലിയ ഗ്ലാമറൊന്നും കാണില്ല, വലിയ പകിട്ടൊന്നും നിനക്ക് കാണില്ല. പക്ഷെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ജീവന്റെ വിലയുണ്ട്. അത് യുദ്ധത്തെക്കാൾ വലുതാ, അത് താഴ്വരയിൽ യുദ്ധത്തെക്കാൾ വലുതാ നിന്റെ പ്രാർത്ഥനയുടെ ശക്തി.
ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുക, ഈ തലമുറയിൽ പ്രാർത്ഥിക്കാം. നമുക്കൊന്ന് എഴുന്നേൽക്കാമോ? പ്രാർത്ഥിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഉണരാമോ? അങ്ങനെ ഉണർന്നാൽ കൂടാരത്തിനകത്തൊരനർത്ഥവും വരില്ല, കൂടാരത്തിനകത്തൊരു പ്രതിസന്ധി വരില്ല. കൂടാരത്തിനകത്ത് പിന്നെയോ ദൈവിക ശേഷിപ്പുകൾ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഹരോനും ഹൂരും മോശയുടെ കരം വാങ്ങി. ശ്രദ്ധിച്ച് കേട്ടെ, അഹരോന്റെ ചരിത്രമൊന്നും വലുതായി ഹൂരിന്റെ ചരിത്രമൊന്നും വലുതായി പറയുന്നില്ല. വലിയപ്പച്ചൻ ഒന്ന് കരം താങ്ങിയതാ, വലിയപ്പച്ചൻ ഒന്ന് കരം താങ്ങിയതാ. പക്ഷെ ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ നാൾ വന്നപ്പോൾ ദൈവം ഇതെല്ലാം എഴുതിയിടും കേട്ടോ. ഈച്ച് ആൻഡ് എവരിതിങ്. ഈ 11:28 സബിന് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് ഉൾപ്പെടെ എൻ്റെ ദൈവത്തിൻ്റെ ദിനവൃത്താന്ത പുസ്തകത്തിലുണ്ട്. എൻ്റെ വാക്കുകൾ ഓരോന്നും അവൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. നിങ്ങൾ സമ്മേളനം നടക്കുമ്പോൾ MLA-മാർ MP-മാർ എഴുന്നേറ്റ് നിന്ന് പറയുന്ന വാക്ക് മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാർ കോട്ട് ചെയ്തിട്ട് പറയും, അത് സഭയുടെ നിയമത്തിന് വിപരീതമാണ്. അങ്ങനെ പറയുമ്പോൾ എന്ത് ചെയ്യും? സ്പീക്കർ റൂളിംഗ് കൊടുക്കും, ആ വാക്ക് സഭയുടെ റെക്കോർഡിൽ നിന്ന് മാറ്റട്ടെ ലോ എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിൻ്റെ ഗവൺമെൻറ്റിന് ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ സ്വർഗീയ ഗവൺമെൻറ്റിനൊരു പുസ്തകമുണ്ട്, ദിനവൃത്താന്ത പുസ്തകം. ഓരോ സെക്കൻഡും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഇറ്റ്സ് നോട്ട് അറ്റ് ദയർ, അവിടെ നോട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ആരും കാണാതെ കരഞ്ഞ കണ്ണുനീരില്ലേ? ആരും കാണാതെ ദൈവനാമത്തിന് വിതച്ച വിതയില്ലേ? ആരും കാണാതെ നീ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തില്ലേ? ഒരു തുള്ളി വെള്ളം പോലും നിനക്കും നിന്റെ തലമുറയ്ക്കും കുടിക്കാനില്ലാതിരുന്നപ്പോൾ ദൈവദാസന്മാർ വീട്ടിൽ കയറി വന്നപ്പോൾ നീ അവർക്ക് വേണ്ടി വച്ചു വിളമ്പിക്കൊടുത്ത ഇന്നലകളുടെ ഈ പോരായ്മകൾക്കകത്ത്, ഇല്ലായ്മകൾക്കകത്ത് നീ ചെയ്തതില്ലേ? അതെല്ലാം ആ പുസ്തകത്തിലുണ്ട്, അതെല്ലാം ആ പുസ്തകത്തിലുണ്ട്, അതെല്ലാം പുസ്തകത്തിലുണ്ട്. നീ മറഞ്ഞാല്, നീ കൊടുത്തവർ മറന്നാല് അവമ്മ മറക്കാത്തൊരു സ്വർഗമുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി എന്റെ ദൈവത്തിന് പകൽ ആരാധന കൊടുക്കണം. Because our God is a faithful God. ഇന്ന് പകൽ അവൻ്റെ പുസ്തകത്തിനകത്തെല്ലാം ഉണ്ട്. ഒരു കരം താങ്ങിയതും അവൻ്റെ പുസ്തകത്തിനകത്തുണ്ട്. പ്രിയരെ, ദൈവം തിരഞ്ഞെടുക്കും കേട്ടോ. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പുണ്ട്. ആ തിരഞ്ഞെടുപ്പ് വെളിപ്പെടുന്നതിന് മുമ്പ് എൻ്റെ പ്രസംഗ ഭാഷയിൽ ഞാൻ പറയുക, എൻ്റെ ദൈവം ദിനവൃത്താന്ത പുസ്തകത്തെ തുറക്കും. ഓഹോ, എൻ്റെ ദൈവം ഇന്നലകളുടെ പിതാക്കന്മാരുടെ ജീവിതത്തിൻ്റെ താഴ്ചകളുടെ വേദനാജനകമായ വേദനാ ജീവിതത്തിൻ്റെ താഴ്ചകൾക്കകത്ത് അവർ ദൈവത്തിന് വേണ്ടി നിന്നത് ദൈവം ഓർക്കും. ദാണ്ടെ മോശയ്ക്ക് ഇസ്രായേലിൻ്റെ സകല സിസ്റ്റങ്ങളും കൊടുക്കുക. ആര് പൗരോഹിത്യം വഹിക്കണം? പുരോഹിതന്റെ വസ്ത്രം ഇങ്ങനെയാകണം, അവൻ്റെ തലമുറ ഇങ്ങനെയായിരിക്കണം. ലേവിയെ വിളിക്കുന്നു, അപ്പൻ ശപിച്ചവർ അവർക്ക് പൗരോഹിത്യം കൊടുക്കണം, അഹരോന് മഹാപൗരോഹിത്യം കൊടുക്കണം. ഇതെല്ലാം പറഞ്ഞു 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 അവസാനം പറയുക, എനിക്ക് പാർക്കാൻ ഒരാലയം പണിയണം, എനിക്ക് പാർക്കാൻ ഒരാലയം പണിയണം. മോശ ചോദിക്കുന്നു, കർത്താവേ, ആരുടെ തലമുറയ്ക്ക് ആലയം പണി കൊടുക്കോ? അഹരോന്റെ തലമുറയ്ക്ക് നീ മഹാപൗരോഹിത്യം കൊടുത്തില്ലേ? ലേവിക്ക് നീ പൗരോഹിത്യം കൊടുത്തില്ലേ? ഇനി യഹൂദയ്ക്കാണോ, ഇനി ബെന്യാമീനാണോ, ഏത് ഗോത്രത്തിനാണ് നീ ആലയം പണിയാൻ കൊടുക്കുന്നത്? എന്റെ ഭാഷയിൽ പറയാ, എന്റെ ദൈവം പറഞ്ഞു, മോശേ അല്ലല്ലടാ, നിന്റെ കരം വാങ്ങിയ ഒരുവനുണ്ട്, താഴ്വരയിൽ യുദ്ധം ചെയ്യിക്കാൻ രാവില്ലാതെ പകലില്ലാതെ അഹരോന്റെ കൂടെ ഇരുമ കരം താങ്ങിയൊരു ഹൂരുണ്ട്. അവന്റെ തലമുറയെ ഞാൻ ഓർത്തില്ല എന്ന് വരാതിരിക്കേണ്ടതിന് അവന്റെ മകന്റെ മകനായ ബസലേലിൽ ഞാനൊരു ശേഷിപ്പിനെ ഇട്ടിട്ടുണ്ട്. അവൻ എനിക്ക് വേണ്ടി ഒരാലയം പണിയട്ടെ. ആര് പണിയട്ടെ? ഹൂരിന്റെ മകനല്ല, ഹൂരിന്റെ മകന്റെ മകൻ. ഇന്നു പകൽ ജീവിതത്തിൻ്റെ മേഖലകളെല്ലാം പ്രതികൂലമാണെങ്കിലും
മക്കൾ നീ പറഞ്ഞ വഴിയിലൊന്നും വന്നില്ലേലും നിന്റെ അപ്പാമേ നീ അറിഞ്ഞ ദൈവത്തെ അറിയാത്ത പോലെയാണ് ജീവിക്കുമെങ്കിലോ ഊരേ നീ താങ്ങിപ്പിടിച്ചത് ദൈവത്തിൻ്റെ ദാസന്റെ കരവാ. നീ ദൈവത്തിന് വേണ്ടി അമ്മിമ്മത് കൂടാരത്തിനകത്ത് ആലയത്തെ പണിയാൻ ശേഷിയുള്ള ചില ശേഷിപ്പുകൾ മറച്ചു വച്ചിട്ടുണ്ട്. ഈ പകലിത് പ്രസംഗിക്കുമ്പോ ചില തലമുറകളെ എന്റെ ദൈവം മടക്കി പിടിക്കുക, തലമുറകളെ എന്റെ ദൈവം എഴുന്നേൽപ്പിക്കുക. വിശ്വസിക്കാമെങ്കിൽ 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 ആരും പറയരുത്, ആരും പറയരുത് നിന്റെ കൂടാരം തീർന്നെന്ന്, എൻ്റെ തലമുറ തീർമെന്ന്, എൻ്റെ തലമുറയുടെ ജീവിതം തീർമെന്ന്, അവൻ ദൈവവഴി വരില്ലെന്ന്, അവൾ ദൈവവഴി വരില്ലെന്ന് ആരും പറയരുത്. ഈ പകൽ അതിൻ്റെ മറവിൽ ഒരു ശേഷിപ്പുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിക്കുന്നവർ കരമടിച്ച് വായ്കളെ ചുരമ. ഞാൻ വ്യക്തമായി കാണുന്നു, വ്യക്തമായി കാണുന്നു, വ്യക്തമായി കാണുന്നു, വ്യക്തമായി കാണുന്നു. ദൈവരാജ്യത്തെ പണിയ ശക്തിയുള്ള ചില ശേഷിപ്പുകൾ, ചില ശേഷിപ്പുകൾ, ചില മന്മയുടെ ഉറവിടങ്ങൾ, ചില മന്മയുടെ വാതിലുകൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ ആരോടൊക്കെയോ ദൈവാത്മാവ് ഈ പകൽ ഇടപെടുക, ഈ പകൽ സംസാരിക്കുക. നിന്റെ കൂടാരത്തിനകത്ത് ഏതോ ശേഷിപ്പിനെ എൻ്റെ ദൈവം മറച്ചു വച്ചിട്ടുണ്ട്. ശബാര വൈരാമാന അർത്ഥമാന ശാരാധാര ഈബാരാബ അർത്ഥബലംദേ ജീവരാംദേ വൈരാമാന റീബാരാദ ചാമാന ശൈരേബേരെ റീമാനാദ വൈരാമാന ശാരാഖോമൈ വൈഡേരേദേ ശീരബലംദേ ശാരബലംദേ റീമനവച്ചേ വൈഡമനംദ റീഖാമാന. ചില ശേഷിപ്പുകൾ, ചില ശേഷിപ്പുകൾ കരയുന്ന ചില കൂടാരങ്ങൾക്കകത്തുനിന്ന് ദൈവകൃപയുള്ള ചില ശേഷിപ്പുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില ദൈവിക തിരഞ്ഞെടുപ്പുകൾ. അങ്ങനെ ദൈവാത്മാവ് പറയുക, ഒരു പ്രവാചകന്മാരും പറയാത്ത ചിലവിന്, ഒരു പ്രവാചകന്മാരും തലയിൽ കൈവയ്ക്കാത്ത ചിലവ് ദൈവവേലക്കിറങ്ങുന്നു, ദൈവരാജ്യം പണിയുന്നു. അത്തരത്തിലുള്ളൊരു ദൈവിക ഷോ ശേഷിപ്പുകൾ ഇന്ന് പകൽ അഗരോന് ലഭിച്ചതുപോലെയല്ല. ഊരിന്റെ മകന്റെ മകനായ ബെസലേലിന്റെ മേൽ ആരുടെ ജീവിതത്തിലും വെളിപ്പെടാത്ത, ആരുടെയും പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാത്ത, ആരുടെയും കണ്ണിന്റെ മുൻപിൽ വെളിപ്പെടാത്ത ശാരാബാല അർത്ഥാരാബ ശാരാബാല അർത്ഥലദലഘട ഗന്ധര വൈഡപരന്തര ഭക്ഷപരന്തര ഘടക പരാതല ഘടക റിഗാമാന റിഗാമനാരകൾ ഖവ ശരാരകൾ ഖവ. വിശ്വസ്തയോടെ ദൈവത്തിന് വേണ്ടി നിൽക്കുക. നിന്റെ കൂടാരത്തിനകത്ത് ദൈവം ഒരു ശേഷിപ്പ് വച്ചിട്ടുണ്ട്, ഒരു ശേഷിപ്പ് വച്ചിട്ടുണ്ട്. ഹലോ, സകല ഗോത്രക്കാരും സകല വ്യക്തികളും ഇസ്രായേൽ ജനമെല്ലാം മോശയുടെ മുൻപിൽ നിൽക്കുമ്പോൾ മോശ പറയുകയാണ്, ദൈവത്തിന് നമ്മുടെ ഇടയിൽ പാർക്കണം, ദൈവത്തിന് നമ്മുടെ ഇടയിൽ താമസിക്കണം, അവൻ്റെ തേജസ് നമ്മുടെ ഇടയിൽ പാർക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അതിനു വേണ്ടി ഒരു ആലയം പണിയാ എൻ്റെ ദൈവം എന്നോട് പറഞ്ഞു. മോശയോട് എല്ലാവരും ചോദിക്കുന്നു, ആരാ മോശയെ ആലയം പണിയുന്നത്? ആമേൻ, അഹരോന്റെ കൂടാരമാണോ? ലേവി കൂടാരമാണോ? ഹലോ, ആമേ രൂബേന്റെ ഗോത്രമാണോ? ആമേ യഹൂദ ഗോത്രമാണോ? ആമേ സകലര് ആകാംക്ഷയോടെ കാത്തു നിൽക്കുമ്പോ മോശദ ശബ്ദമുയർത്തി പറയുന്നു, അല്ലേ അല്ല, ഹൂരിന്റെ മകന്റെ മകനായ ബെസലേലിൽ എന്റെ ദൈവ ആലയം പണിയോ എന്നോട് പറഞ്ഞു. ഈ പകൽ അർഗമയില്ലാത്ത ഇടത്ത് നിന്റെ പിതാക്കന്മാർ ദൈവത്തിന് വേണ്ടി മിമ്മത് കൊണ്ട്, ദൈവരാജ്യത്തിന് വേണ്ടി മിമ്മത് കൊണ്ട് ദൈവം നിന്നെ കയറ്റി നിർത്താൻ പോകുകയോ, നിന്നെ കയറ്റി നിർത്താൻ പോകുകയോ. വിശ്വസിക്കുന്നവർ കരമടിച്ച്
നിന്റെ വിദ്യാഭ്യാസത്തിന്റെ മഹത്വമല്ല, നിന്റെ സൗന്ദര്യത്തിന്റെ മഹത്വമല്ല. നിന്റെ പിതാക്കന്മാർ ഈ മലകളിൽ ദൈവത്തിന് വേണ്ടി നിന്നതുകൊണ്ട് ഈ പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുക. അർഗമയില്ലാത്ത ഇടത്ത്, അർഗമയില്ലാത്ത മണ്ണ്, അർഗമയില്ലാത്ത ദൈവരാജ്യത്തെ പണിയോ. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുമ്പോഴും നമ്മൾ അനുഭവിക്കുന്ന നന്മകളൊന്നും അർഹതയുള്ളതല്ല. നമ്മളെ നടത്തുന്ന വിധങ്ങളൊന്നും അർഹതയുള്ളതല്ല. നമ്മൾ അനുഭവിക്കുന്ന ശ്രേഷ്ഠതകളും മാന്യതകളും ഉയർച്ചകളും ഒന്നും അർഹതയുള്ളതല്ല. ആരോഗ്യ ഇമ്മലകളിൽ ഇല്ലായ്മകളിൽ ദൈവരാജ്യത്തെ ഒന്ന് താങ്ങിയത് കൊണ്ടാ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന നന്മകൾ. ഈ പകൽ ആരുടെയൊക്കെ കലയിൽ കൈവച്ച് ദൈവം ദൂത് കൈമാറുക. ഇന്ന് വേദനാജനകമായ ജീവിതമാണേലും പിടിച്ചു നിൽക്കുക. ഈ വിശ്വാസത്തിന് വേണ്ടി പിടിച്ചു നിൽക്കുക. ദൈവത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ നാൾ വരുമ്പോൾ നിന്റെ കൂടാരത്തിനകത്തും ശേഷിപ്പുള്ള ചിലത് എൻ്റെ ദൈവം പുറത്തു കൊണ്ടുവരാ. രാജ്യത്തെ കീഴ്മേൽ മറിക്കാൻ കഴിയുന്ന ചില ശക്തന്മാർ നിന്റെ കൂടാരത്തിനകത്ത് എഴുന്നേറ്റ് വരിക. ഈ ആലയം ചെറുതായിരിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ ചെറുതായിരിക്കുക. ആമേ, ശക്തന്മാർ നമ്മേക്കാൾ വലിയവർ കണ്ടേക്കാം. പക്ഷേ ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ നാൾ വരുമ്പോ ഇതിനകത്തുനിന്ന് ശക്തന്മാർ എഴുന്നേറ്റ് വരാ. വിശ്വസിക്കാമെങ്കിൽ അർത്ഥമാണതലകട. ഈ പകൽ ഞാനൊരു ദൂത് കൈമാറാം. ദൈവത്തിൻ്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചോണം. എന്തു വന്നാലും ഇട്ടേച്ചു പോകരുത്. നിന്റെ തലമുറയെ മാത്രമല്ല, തലമുറയെ സ്വാധീനിക്കാൻ നിന്റെ വിശ്വാസത്തിന് ശക്തിയുണ്ട്. പൗലോസ് മരിക്കുന്നതിന് മുമ്പ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറയുന്നു, തിമോത്തിയോസേ, നിന്നിൽ കണ്ടൊരു വിശ്വാസമുണ്ട്. അത് ഞാൻ നിന്റെ അമ്മയിൽ കണ്ടിട്ടുണ്ടെന്നല്ല, നിന്റെ വലിയ മച്ചിയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. തിമോത്തിയോസേ, നീ എരിവോടെ ഈ വിശ്വാസത്തിന് വേണ്ടി നിൽക്കുന്നില്ലേ? ഈ എരിവോടെ ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നില്ലേ? പൗലോസ് പറയുന്നു, ഈ വിശ്വാസം നിന്റെ മാതാവി കണ്ടിട്ടൊന്നല്ല. ഈ വിശ്വാസം തിമോത്തിയോസേ, ഞാൻ നിന്റെ വലിയ മച്ചിയിൽ കണ്ടിട്ടുണ്ട്. ഈ പകൽ എൻ്റെ ദൈവം ആർക്കും കടക്കാരനല്ല കേട്ടോ, അവനാർക്കും ബാധ്യതയല്ല കേട്ടോ. ഈ ദൈവത്തിന് വേണ്ടി മുറുകെ പിടിച്ച നിന്റെ തലമുറ മാത്രമല്ല, തലമുറയോ നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി നിൽക്കുക, അറിഞ്ഞ ദൈവത്തിന് വേണ്ടി ആലയത്തെ പണിയ. എങ്ങനെ ഈ പ്രസംഗം എനിക്ക് പ്രസംഗിച്ച് കംപ്ലീറ്റ് ചെയ്യണമെന്ന് അറിയില്ല. ഈ വചനം എന്നോട് സംസാരിക്കുക, ഈ വചനം എന്നോട് വ്യക്തമായി സംസാരിക്കുകയാണ്. ഇന്ന് പകൽ ഇത് ദൂതുകളാണ്. പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിച്ചോ. ഒരിക്കൽ എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാ, ആലയത്തിൻ്റെ പണി തുടങ്ങി. സകലരും ദൂരെ നിന്ന് ആലയത്തിൻ്റെ പണി കാണുമ്പോൾ ഏതേനിൽ ഇറങ്ങിയ ദൈവ സാന്നിധ്യം അടുത്തിറങ്ങാൻ കൊതിക്കുക. ആരുടെ ഇടത്ത്? അതേ സാന്നിധ്യം ദൈവത്തിന് പണിയും ആലയത്തിനകത്ത്. ഓ ക്ഷാമാനാഥാൻ, എല്ലാവരും ദൂരെ നിന്ന് പണി കാണുമ്പോൾ ബസലിയേൽ ആലയത്തിൻ്റെ പണികൾ തീർക്കുക. വചനം കൃത്യമായി അമ്മ പറയുന്നുണ്ട്. കൊളുത്തിട്ട് കുറ്റിനാട്ടി ആലയങ്ങളുടെ ടെൻറ്റുകൾ മുഴുവനും വലിച്ചു കെട്ടുമ്പോൾ, പ്രാകാരങ്ങൾ വലിച്ചു കെട്ടി ഓരോ ഉപകരണങ്ങളും ഉണ്ടാക്കി. ഞാനിങ്ങനെ പറയാം, എൻ്റെ പ്രസംഗ ഭാഷയിൽ പറയാം. ബസലിയേലും അവൻ്റെ കൂടെയുള്ളവരും ആലയത്തിൻ്റെ പണി പൂർത്തീകരിക്കുമ്പോൾ എന്തിനേറെ
മഹാപുരോഹിതന് വർഷത്തിൽ മാത്രം യോങ്കിപ്പോർ എന്ന് പറയുന്ന മഹാപാപ പരിഹാര ദിനത്തിൽ മാത്രം കയറിപ്പോകാൻ കഴിയുന്ന തേജസ്സിറങ്ങുന്ന ദൈവത്തിൻ്റെ പെട്ടകം വയ്ക്കുന്ന, ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങുന്ന അതിപരിശുദ്ധ സ്ഥലത്തെ ബസലിയിൽ പണിയുമ്പോൾ അവനോടൊന്ന് ചോദിച്ചേ, ബസലിയിലെ ശക്തന്മാരുണ്ടായിട്ട് ദൈവത്തിന് വേണ്ടി ജീവനർപ്പിച്ച മോശയുൾപ്പെടെയുള്ളവരുണ്ടായിട്ട് സകലരുടെയും തലമുറയുണ്ടായിട്ട് എന്തുകൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തു? അർഹതയില്ലാത്ത മഹത്വമിറങ്ങുന്ന തേജസ്സിറങ്ങുന്ന ദൈവത്തിൻ്റെ മഹത്വമിറങ്ങുന്ന ഇടം പണിയാൻ നീ വന്നിനെ തിരഞ്ഞെടുക്കാനുള്ള കാരണം. അപ്പോൾ ബസലേൽ പറയുന്ന പദമാ നാം കുറിവാക്യമായി വായിച്ചത്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് മുഖാന്തരം അവൻ ചില ശേഷിപ്പുകൾ വച്ചിട്ടുണ്ട്. കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് മുഖാന്തരം തിരഞ്ഞെടുപ്പാനുള്ള മാന്യത അത് കൃപയാലാണ്. സബിംബാശ്രേ, പ്രസംഗിക്കാൻ ദൈവം തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്താ? അത് കൃപയാലാണ്. ദൈവമക്കളെ, ഇവിടെ ഇരിക്കാനുള്ള യോഗ്യത എന്താ? അത് കൃപയാലാണ്. ആ തിരഞ്ഞെടുപ്പിന് പിന്നിൽ ദൈവം വച്ചിരിക്കുന്ന ശേഷിപ്പ് അത് ചെറുതല്ല. എന്നെ കേൾക്കുന്ന യങ്സ്റ്റേഴ്സ് ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ, ലൈവിലൂടെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഈ ദൂത് പിടിക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂത് പിടിച്ചോ. ദൈവം ശേഷിപ്പുകൾ പുറത്തെടുക്കുമ്പോ, കാലങ്ങൾ തിരിയുമ്പോ, ദൈവത്തിന്റെ കാലഘടികാരം തിരിയുമ്പോ, നിന്നെ തിരഞ്ഞെടുത്ത ആൾ വരുമ്പോ, അർഹതയില്ലാത്ത നിലവാരത്തിൽ എന്റെ ദൈവം നിന്നെ ഉപയോഗിക്കോ. ഈ പട്ടണത്തിൽ മാത്രമല്ല, ലോകരാജ്യങ്ങൾ മാത്രമല്ല, ദൈവത്തിന് വേണ്ടി ശക്തമായി നിന്നെ ഉപയോഗിക്കുക. എന്തുകൊണ്ട്? നിന്റെ പിന്നിൽ വില കൊടുത്തൊരു തലമുറയുണ്ട്. നിന്റെ പിന്നിൽ കരഞ്ഞൊരു തലമുറയുണ്ട്. ആരോടൊക്കെ ദൈവം വ്യക്തമായി ദൂത് കൈമാറുക. തലമുറയോർത്ത് കരയുന്ന ആരൊക്കെ ഇരിപ്പുണ്ട്. നീ കരയണ്ട. ഈ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു, 2025 അർഹതയില്ലാത്ത ചിലത് നിന്റെ തലമുറയെ തേടി വരും. അർഹതയില്ലാത്ത ചിലത് നിന്റെ തലമുറയെ തേടി വരും. അർഹതയില്ലാത്ത ചിലത് നിന്റെ തലമുറയെ തേടി വരും. ശക്തന്മാർക്ക് കഴിയാത്തത് പണമുള്ളവർക്ക്, വിദ്യാസമ്പന്നന്മാർക്ക് എത്തിപ്പെടാൻ കഴിയാത്ത രീതിയിൽ ചില തലമുറകളെ ഉയർത്ത എന്റെ ദൈവത്തിന് ഈ പകൽ പദ്ധതിയുണ്ട്. ഈ പകൽ കരയുന്ന മാതാവ്, വിലപിക്കുന്ന പിതാവ്, നിന്നോട് ഈ പകൽ ദൈവാത്മാവ് ദൂത് കൈമാറുമവ. ശബരാധ വൈഡവരം ധര വച്ചവരം ധര വൈഡവരം ധ വലിയൊരു കൃപ ഇതിനകത്ത് പെയ്തിറങ്ങുകയാണ്. ഒരിക്കലും യോഗ്യതയില്ല. അവിടെ നിൽക്ക, ആ വ്യക്തികളോട് ഇരിക്ക, ആ വ്യക്തികൾക്ക് നീ സുവിശേഷം അറിയിക്ക. ഒരു യോഗ്യതയില്ല, പക്ഷെ ദൈവം നിന്നെ തിരഞ്ഞെടുക്കുക, ദൈവം നിന്നെ ലിഫ്റ്റ് ചെയ്യുക. വ്യക്തമായി ദൈവാത്മാവെന്നെ കാണിക്കുന്നു. ചിലവിനെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോകുക. ചില തലമുറകളെ ദൈവം മടക്കി കൊണ്ടുവരാൻ പോകുക. എന്നോട് ദൈവാത്മാവ് പറയുന്നു,
രാജ്യങ്ങൾക്കപ്പുറം, പട്ടണങ്ങൾക്കപ്പുറം, വേഷങ്ങൾക്കപ്പുറം വലിയൊരു മഹത്വം വെളിപ്പെടാൻ പോകുക. ഇന്നു പകൽ ആലയത്തിന്റെ വളർച്ചയെ തടയുന്ന ഇരുട്ടിന്റെ പദ്ധതികളെ പൊട്ടിച്ചിട്ട് ദൈവം ചില ശേഷിപ്പുകളെ ഇതിനകത്തുനിന്ന് എഴുന്നേൽപ്പിക്കാൻ പോകുക. പ്രാർത്ഥിക്കുമ്പോൾ ഇതിന്റെ കൂടാരത്തിനകത്തുനിന്ന് കൃപയാലുള്ള ചില തിരഞ്ഞെടുപ്പുകൾ, കൃപയാലുള്ള തിരഞ്ഞെടുപ്പുകൾ കരഞ്ഞുകൊണ്ട് ഈ ദൂതേറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഈ ദൂതേറ്റെടുക്കുക. നിന്റെ തലമുറയുടെ ചരിത്രത്തെ തിരിക്കുന്ന അവിടെ ഭാവിയെ പിടിച്ചു കുലുക്കുക. ആരാ പറഞ്ഞ് നിന്റെ കുടുംബം തീരുമെന്ന്, നിന്റെ സഭ തീരുമെന്ന്, നിന്റെ തലമുറകൾ തീരുമെന്ന് ഈ പകൽ പറ. കൃപയാലുള്ള ശേഷിപ്പ് എൻ്റെ കൂടാരത്തിനകത്ത് വെളിപ്പെടാൻ സമയമായി. അർഗബയില്ലാത്ത വേദികൾ, അർഗബയില്ലാത്ത വേദികൾ ആർക്കും അറിയില്ല. ദൈവാത്മാവ് തുറമിടുകയാ. പ്രിയ മക്കളെ, ഈ പകൽ ആത്മാവിൽ ദൂത് പിടിക്കുക. ഇന്ന് പകൽ പൊട്ടനെ പോലെ ദൈവത്തോട് പ്രതികരിക്കുക. ശക്തന്മാർ മാറി നിൽക്കുക. ലോകത്തിന്റെ ലോകത്തിന്റെ മാലിന്യത്തിൽ വീണുപോയവരല്ല. ഈ പകൽ ദൈവത്തിന്റെ വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നൊരു തലമുറ. ആ തലമുറയ്ക്കകത്ത് ദൈവത്തിന്റെ മഹത്വം ആഴമായി വെളിപ്പെടുന്നു. അർഗബയില്ല, കുലം നോക്കിയ, ജാതി നോക്കിയ, ഈ പകൽക്കാല വർഗം കൊണ്ട്, വർണ്ണം കൊണ്ട്, ഭാഷ കൊണ്ട് ഒരിക്കലും യോഗ്യതയില്ലാത്ത ചിലവന് ജീവനപക്ഷപരം ധരപൈടപരം ധരപക്ഷപരം ധരഘടക ഘടക എന്നറിയില്ല. ദൈവാത്മാവ് വലിയൊരു കൊടി എന്നെ ഇങ്ങനെ കാണിക്കുന്നു. വലിയൊരു കൊടി എന്നെ ദൈവാത്മാവ് കാണിക്കുന്നു. ഈ പകൽക്കാല ചിലരുടെ ജീവിതത്തിനകത്ത് ചില ജയത്തിൻ്റെ കൊടികൾ, ചില ജയത്തിൻ്റെ കൊടികൾ പരാജയപ്പെട്ടു പോയി അതേ മണ്ണിൽ. നിന്റെ പിതാക്കന്മാർ പരാജയപ്പെട്ടു പോയി അതേ മണ്ണിൽ. നിന്റെ സഭ പരാജയപ്പെട്ടു പോയി അതേ മണ്ണിൽ. നിന്റെ കുടുംബക്കാർ പരാജയപ്പെട്ടു പോയി അതേ മണ്ണിൽ. നിന്റെ ശുശ്രൂഷ പരാജയപ്പെട്ടു പോകുമെന്ന് വിധി എഴുതി അതേ മണ്ണിൽ. അഭിഷേകത്തിന്റെ നിറവിൽ ഈ പകൽ തലമുറകൾ എഴുന്നേൽക്കുന്നു. ഈ പകൽ തലമുറകൾ എഴുന്നേൽക്കുന്നു. Are you ready to receive? ഈ പകൽ ആത്മാവിൽ അത് സ്വീകരിക്കാൻ തന്റെ ഇടമുണ്ടെങ്കിൽ ഈ പകൽ സ്വീകരിക്കുക. വിദ്യാസമ്പന്നന്മാർ കയറി ചെല്ലാത്ത ഇടത്ത് എന്റെ ദൈവ അവന്റെ ശക്തിയോ നിന്നെ ലിഫ്റ്റ് ചെയ്യാമോ? ഇവിടെ ഇരുന്ന് ആരാപിക്കുമ്പോ കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഭവനങ്ങൾക്കകത്ത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് കിടക്കുക കേട്ടോ. ചില ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നടക്കുക കേട്ടോ. ഇന്ന് പകൽക്കാല ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പ, പോഷത്വമായതിനെ, ബലഹീനമായതിനെ തിരഞ്ഞെടുത്തതുപോലെ അവൻ്റെ കൃപയാലുള്ള തിരഞ്ഞെടുപ്പ് കിടക്കുക. നിന്റെ തലയിൽ, നിന്റെ പേരിൻ്റെ മുൻപിൽ ചില ഇത് എഴുതി ചേർക്കത്തക്ക നിലവാരത്തിൽ ചില ഡിഗ്രികൾ, ചില പദവികൾ, ചില തിരഞ്ഞെടുപ്പുകൾ, ചില വിളികൾ എഴുതി ചേർക്കത്തക്ക നിലവാരത്തിൽ വിണ്ടമേ വലിയൊരു ദൈവപ്രവൃത്തി. അർഗബയില്ല. Not only because of grace, only because of grace, not only because of grace. കൃപയാ ഈ പകൽ അത് സംഭവിക്കുമോ? Sharabara thara rimara dara o sharamana vaida bala sharabara dalagadaga ചില ഗിദയോന്മാരെ ദൈവം തിരയുക. ചില തിരയോന്മാരെ ദൈവം തിരയുക. ചക്കിനകത്ത് മറഞ്ഞിരിക്കുക.
ചക്കിന് പുറത്ത് മറഞ്ഞിരിക്കുക. എവിടെയൊക്കെ ഒളിഞ്ഞിരുന്നാല് കുഞ്ഞെ നിന്നെക്കുറിച്ച് ദൈവത്തിനൊരു തിരഞ്ഞെടുപ്പുണ്ടെങ്കിൽ ഏത് ചക്കിന്റെ മറവിൽ മറഞ്ഞിരുന്നാല് ഗിദെയോനെ നീ പരാക്രമശാലിയാണെങ്കിൽ നിന്നെ തേടി ദൈവത്തിന്റെ വിളി വെളിപ്പെടും. നിന്നെ തേടി ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് വെളിപ്പെടും. നിന്റെ കുടുംബത്തെ തേടി ദൈവത്തിന്റെ മകത്ത് ഗ്ലോറി ഓഫ് ഗോഡ് ദൈവത്തിന്റെ മകത്ത് ഈ പകൽ നിന്നെ തേടി. എന്നോട് ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു, ഈ പകൽ കരഞ്ഞ ചിലത് ഇതിനകത്തിരിപ്പുണ്ട്. ദൈവരാജ്യത്തിന് വില കൊടുത്തു നിന്നവർ ഇതിനകത്തിരിപ്പുണ്ട്. എല്ലാം പ്രതികൂലമായിട്ടും ലോകത്തെ മുന്നിൽ കണ്ടല്ല, ദൈവത്തെ മുറുകെ പിടിച്ച് വിശ്വാസത്തിന് വേണ്ടി നിന്നവരുണ്ട്. എന്നോട് ദൈവാത്മാവ് പറയുന്നു, ഇവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ കിലോമീറ്ററുകൾക്കപ്പുറം ചില തിരഞ്ഞെടുപ്പുകൾ സംഭവിക്കുന്നു. അർഹതയില്ലാത്ത ചിലതിൻ്റെ മേൽ അഭിഷേകത്തിന്റെ പുതപ്പുകൾ വീഴുന്നു. ഈ സീസണിൽ അർഹതയില്ലാത്തവർ സ്റ്റേജുകൾ കൈകടക്കുന്നു. കൃപയാ ചില ശക്തന്മാർ ഈ പട്ടണം എന്നോട് ദൈവാത്മാവ് പറയുന്നു, വ്യക്തമായ ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചിലത് മറഞ്ഞിരിക്കുക. ഹലോ, ഗിദെയോൻ മറഞ്ഞിരുന്നത് പോലെ ചക്കിൻ്റെ മറവിലാരും കാണില്ലെന്ന് പറഞ്ഞു മറഞ്ഞിരിക്കുക. ദൈവം തിരഞ്ഞെടുത്ത ചിലത് ഏതൊക്കെ കൂടാരത്തിനകത്ത് ഒളിച്ചിരിക്കുക, ഏതൊക്കെ പൊത്തിനകത്ത് മറഞ്ഞിരിക്കുക. ഈ പകൽ ദൈവാത്മാവ് എന്നോട് പറയുന്നു, നിന്നെ പുറത്തു കൊണ്ടുവരാൻ സമയമായി, നിന്റെ കരത്തെ ശക്തിപ്പെടുത്താൻ സമയമായി, നിന്റെ കാലിന് സുവിശേഷത്തിന് വേണ്ടി ഓടാൻ അഭിഷേകം ചെയ്യോ സമയമായി. എന്നോട് ദൈവാത്മാവ് പറയുന്നു, 2025 ആലയത്തിനകത്ത് അങ്ങനൊരു ദൈവപ്രവൃത്തി സംഭവിക്കും. ചിലതിനെ ദൈവാത്മാവ് തൊടും, ചിലതിനെ ദൈവാത്മാവ് പൊളിക്കും, ചിലതിനെ ദൈവാത്മാവ് ചക്കിൻ്റെ മറവിൽ നിന്ന് പുറത്തെടുക്കും. ഓ ഫെലിസ്ത്യ പാളയങ്ങൾക്ക്, മിദ്യാനിയർക്ക് ഭയത്തക്ക നിലവാരത്തിൽ, ജാതികൾക്ക് ഭയം വെളിപ്പെടുത്തത്തക്ക നിലവാരത്തിൽ ദൈവത്തിന്റെ ശബ്ദവുമാ ചിലതിനെ എഴുന്നേൽപ്പിച്ചു നിർത്താ ചില തിരഞ്ഞെടുപ്പുകൾ വെളിപ്പെടും. ഒരു ദൂത് ഞാൻ പറയാം. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ്, മാതാവേ പിതാവേ, നിന്റെ കണ്ണടയുന്നതിന് മുമ്പ് നീ കൊടുത്ത നിലയ്ക്ക് തക്കവണ്ണം ചില ശേഷിപ്പുകൾ എഴുന്നേറ്റ് വരും. ചിന്തിക്കരുത്, ഈ തിരുവനന്തപുരം പട്ടണം കൊണ്ട് ഒതുങ്ങുന്ന വിളികളല്ല, ദൈവം ശക്തന്മാരെ പുറത്തെടുക്കും. ഓ ശാബാരാധാരകൾക്കവ ചില ശക്തന്മാരെ ദൈവം പുറത്തെടുക്കും. ഭാഷകൾക്കതീതമായി ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ ദൈവ ശബ്ദമായി നിൽക്കാൻ ശക്തിയുള്ള ചിലതിനെ ആലയങ്ങൾ പണിയാൻ ദൈവം എഴുന്നേൽപ്പിക്കും. എഴുതിയിട്ടോ, അർഹതയില്ലാത്തടുത്ത് നിന്റെ തലമുറകൾ നിൽക്കും. അർഹതയില്ലാത്തടുത്ത് നിന്റെ തലമുറകൾ നിൽക്കും. അർഹതയില്ലാത്തടുത്ത് നിന്റെ സഭ ഉയർന്നു നിൽക്കുക. അർഹതയില്ലാത്തടുത്ത് നിന്റെ കുടുംബം ഉയർന്നു നിൽക്കുക. അർഹതയില്ലാത്തടുത്ത് നിന്റെ തലമുറകൾ നിൽക്കുക. ബെസലിയേൽ പറയൂ, എന്റെ വലിയ പച്ചക്കരം ഉയർത്തിയത് കൊണ്ട് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന മാന്യത മുഴുവൻ
ഇന്നും ബെസലിയലിൻ്റെ പേര് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിനകത്ത് അവൻ്റെ പേരെഴുതിയിട്ടിട്ടുണ്ടെങ്കിൽ, അവൻ്റെ പുറകിൽ ശക്തനായൊരു പ്രാർത്ഥനാ മനുഷ്യൻ. ഇന്ന് പകൽ ഞാനിങ്ങനെ പറയാം, മാതാപിതാക്കളെ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാ നിങ്ങളുടെ തലമുറയുടെ ഉയർച്ച. മനസ്സിലായോ? ഹലോ, നിങ്ങൾ എന്ത് ഇൻവെസ്റ്റ് ചെയ്യോ അത് നിന്റെ തലമുറകളുടെ ഉയർച്ചയായി മാറും. നീ അനീതി വിതച്ചാൽ അനീതി കൊയ്യും. നീതി വിതച്ചാൽ നിന്റെ തലമുറ നീതി കൊയ്യും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അവിടെയാ ദൈവം ശേഷിപ്പുകൾ വയ്ക്കുന്നേ, അവിടെയാ ദൈവത്തിൻ്റെ കരുതലുകളുള്ളേ. പ്രസംഗിക്കാൻ വേറെ സബ്ജക്റ്റാണ് ഞാൻ എടുത്തുകൊണ്ട് എഴുന്നേറ്റ്. പക്ഷെ ദൈവാത്മാവെന്നെ വേറൊരു തരത്തിലേക്ക് പോയി. ഒറ്റ വാക്ക് പ്രസംഗിച്ചിട്ട് ഏലിയാവിലേക്ക് കയറാനാണ് ഞാൻ ഇരുന്നേ. പക്ഷെ എൻ്റെ ദൈവം വ്യക്തമായി വചനം ഇവിടെ റിലീസ് ചെയ്തു. ചിലതിന് ദൈവത്തിന് വേണം. ചില കൂടാരങ്ങളെക്കുറിച്ച് നമ്മൾ കണ്ടതിനേക്കാൾ വലുത് ദൈവം കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ചില ശേഷിപ്പുകൾ കിടപ്പുണ്ട്. നമ്മുടെ ആലയത്തിനെ കുറിച്ച് നമ്മൾ കണ്ടതിനേക്കാൾ വലിയ ശേഷിപ്പ് ദൈവം ഇട്ടിട്ടുണ്ട്. വലിയ ദൈവമഹത്വം ദൈവം ഇട്ടിട്ടുണ്ട്. ഹലോ, സബിൻ പാസ്റ്റർ പോലെയുള്ളവരല്ല, സബിൻ പാസ്റ്ററേക്കാൾ ശക്തന്മാർ എഴുന്നേൽക്കും. ഹല്ലേലൂയ. നമ്മളെ ശുശ്രൂഷയെക്കുറിച്ച് നമ്മൾ കണ്ടത് ചെറുതാ, പക്ഷെ നമ്മുടെ വലിയ പച്ചന്മാർ വിതച്ചത് വലുതാ. നമ്മൾ ഡയറിയിലും ബൈബിളിൻ്റെ സൈഡിലും എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് ചെറുതാ, പക്ഷെ ദൈവം നമ്മെക്കുറിച്ച് കണ്ടത് വലുതാ. ഈ പകൽ വിശ്വസിക്കാമോ? ദൈവം കൃപയാൽ തിരഞ്ഞെടുത്ത തിരഞ്ഞെടുപ്പുണ്ട്. അതിനിന്ന് പകൽക്കാലം ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ദൈവസന്നിധി പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയട്ടെ, ഇനിയിപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും, അത് കഴിയുമ്പോൾ സ്കൂളുകൾ റീഓപ്പൺ ചെയ്യും. നമ്മുടെ തലമുറകൾ പലതും പല വഴിയിൽ പല അഡ്മിഷൻ തേടിപ്പോകും. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവത്തോട് പറയണം, കർത്താവേ, നിന്റെ ശേഷിപ്പ് ഇവിടെ കിടക്കുന്നു. നീ തിരഞ്ഞെടുപ്പ് ഇവിടെ എൻ്റെ തലമുറയെക്കുറിച്ച് കിടക്കുന്നു. ആ വഴിയിലല്ലാതെ എൻ്റെ തലമുറകൾ സഞ്ചരിക്കരുത്. ആ വിദ്യാഭ്യാസമല്ലാതെ വേറൊന്നും അവർ തിരഞ്ഞെടുക്കരുത്. ആ ഉപജീവനമല്ലാതെ അവർ വേറൊന്നും തിരഞ്ഞെടുക്കരുത്. അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ പലരും പരാജയപ്പെട്ടു പോകും. നമ്മുടെ തലമുറകൾ പലരും പരാജയപ്പെട്ടു പോകും. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പേ ആണെന്ന് തോന്നുന്നു, ഒരു ദൈവദാസൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഒത്തിരി നന്ദിയുണ്ട്, എൻ്റെ തലമുറയുടെ ഗ്രാജുവേഷനാണ്. ഞാനപ്പോൾ ചിന്തിച്ചു, 11 വർഷം എടുത്തു ഒരു കോഴ്സ് തീർക്കാൻ. 11 വർഷം എടുത്തു. ദൈവിക തിരഞ്ഞെടുപ്പ് അങ്ങനെയല്ല പ്രിയരെ. ദൈവിക തിരഞ്ഞെടുപ്പ് നമ്മെക്കുറിച്ച് കണ്ട വിളിയിൽ നമ്മൾ നിന്നാൽ ഒരു സാധ്യതയും കാണില്ല, ഒരു സാധ്യതയും കാണില്ല. പക്ഷെ ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മളോട് കൂടെ ഇരിക്കും. ദൈവം നമ്മെ നടത്തും. ദൈവം നമ്മെ വഴി നടത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പലപ്പോഴൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ ക്രെഡിറ്റിന് പറയുന്നതൊന്നുമല്ല. ദൈവദാസന് ഇരിപ്പുണ്ട്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിട്ട് പറയാറുണ്ട്, ഈ റിസർച്ചൊന്നും ചെയ്യാൻ നമ്മൾ ഒരു യോഗ്യതയും ഇല്ല. ചിലപ്പോഴൊക്കെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമോ എന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ട്. ആ വർക്ക് കംപ്ലീറ്റ് വയ്ക്കാൻ പറ്റുമോ എന്ന് തോന്നിയ സാഹചര്യങ്ങളുണ്ട്. ആ എക്സാം പാസ്സാകുമോ തോറ്റെന്ന് ഉറപ്പിച്ചിട്ട് വന്ന് കിടന്നുറങ്ങിയ സാഹചര്യങ്ങളുണ്ട്. അവിടെയൊന്നും പരാജയപ്പെടാതെ, കഴിവല്ല, എഴുതിയത് കൊണ്ടല്ല, ഈ ബുദ്ധിക്കകത്ത് ഉള്ളതൊന്നുമല്ല, പക്ഷെ കൃപയാൽ
കൃപയാ, അവന്റെ പേരാ തിരഞ്ഞെടുപ്പ്. ദൈവം തിരഞ്ഞെടുത്തതിൽ നീ കയറി നിന്നാ മതി. നീ വേറൊന്നും നോക്കണ്ട, സാമ്പത്തികം നോക്കണ്ട, നിന്റെ ബുദ്ധി നോക്കണ്ട, നിന്റെ കഴിവ് നോക്കണ്ട. അവൻ പൂർത്തീകരിപ്പോ, അവൻ ശക്തനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ എൻ്റെ അപ്പാർട്ട്മെൻറ്റ്, അവിടെയുള്ള അപ്പാർട്ട്മെൻറ്റ് ഷിഫ്റ്റ് ചെയ്തപ്പോൾ 2 വർഷം പഠിച്ച കുറേ ബുക്ക് കൊണ്ടുവന്നു, കുറേ ഇത് കൊണ്ടുവന്നു. നമ്മുടെ ഒരു കുഞ്ഞ് കണ്ടിട്ട് ചോദിച്ചു, പാസ്റ്റർ ഇത്രയും പഠിച്ചു വന്നു 2 കൊല്ലം കൊണ്ട്. അവൻ പറയുക, പാസ്റ്റർ 12 വർഷം കൊണ്ട് ഞാൻ ഇത്രയും നോട്ട് എനിക്ക് ഇല്ലായിരുന്നു. പ്രിയതാ, ഞാൻ പറഞ്ഞേ, വിളിച്ച വിളിയുടെ തിരഞ്ഞെടുപ്പിൽ കയറി നിന്നാ മതി, കയറി നിന്നാ മതി. ആരുടെ മുൻപിൽ നീ കൈ നീട്ടണ്ട, ആരുടെ മുൻപിൽ നീ കൈ നീട്ടണ്ട, ആരെയും നോക്കണ്ട. എത്തിക്കേണ്ടടുത്ത് ദൈവം എത്തിക്കും. ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. എന്നെക്കാൾ വലിയ ശക്തന്മാർ ഈ ആലയത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും. ലോകത്തെ പിടിച്ചു കുലുക്കാൻ ശക്തിയുള്ളവർ എഴുന്നേറ്റ് വരും. കാരണം ഇവിടെ വിളിച്ചു വീണ കണ്ണുനീർ അത്രയും വലുതാ. ഇവിടെ ഇരുന്ന് കരഞ്ഞവർ അത്രയും വലുതാ. അവർ വില കൊടുത്ത് ദൈവരാജ്യത്തിന് വേണ്ടി നിന്നത് അത്രയും വലുതാ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ശക്തമായൊരു ശേഷിപ്പുണ്ട്. ദേശം ഞങ്ങൾക്കെതിരായാലും, വ്യക്തികൾ ഞങ്ങൾക്കെതിരായാലും, സംഘടനകൾ ഞങ്ങൾക്കെതിരായാലും, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, വലിയൊരു തിരഞ്ഞെടുപ്പ് ഇതിൻ്റെ പിന്നിലുണ്ട്. ഹല്ലേലൂയ. ഒരു വാക്ക് പറഞ്ഞിട്ട് നമ്മൾ ആരാധിക്കാൻ പോവാ. ഏലിയാ ഒരിക്കൽ പറഞ്ഞു, ബാലിന് മുട്ടുകുത്താത്ത, യാഗപീഠങ്ങളിൽ ബലിയർപ്പിക്കാത്ത, ഇസബേലിൻ്റെയും ആഹാബിൻ്റെയും വാക്കിന് വില കൊടുക്കാത്ത ഞാൻ മാത്രമേ ഉള്ളൂ കർത്താവേ, ഞാൻ മാത്രമേ ഉള്ളൂ. ഏലിയാവിനോട് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ഏലിയാവേ, ഇല്ലടാ, ഇസ്രായേലിൽ ബാലിന് മുട്ടുകുത്താത്ത, ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന 7000 എണ്ണമുണ്ട്, 7000 എണ്ണമുണ്ട്. നീ ചിന്തിക്കും, പള്ളിയിൽ നിന്നെ പോലെ പോകുന്ന നീ മാത്രമേ ചിലപ്പോൾ ഈ സഭയ്ക്കകത്ത് കാണൂ, ഈ സഭയ്ക്കകത്ത് നീ മാത്രമേ കാണൂ. ഒരു ആരാധനയും വിടാതെ ആരാധനയ്ക്ക് വരുന്നത്, രാത്രിയമില്ലാതെ പകലിന്നില്ലാതെ. സഹോദരന്മാർ കൂടെ കാണില്ല, സഹോദരിമാർ കൂടെ കാണില്ല, ഭാര്യ കാണില്ല, ഭർത്താവ് കാണില്ല. നീ ഒരുപക്ഷെ ഒറ്റയ്ക്കായിരിക്കും വരുമേ. പക്ഷെ ചിന്തിക്കരുത്, നീ ഒറ്റയ്ക്കാണെന്ന്. നിന്റെ കൂടെ പേർ വിളിക്കുമ്പോൾ അനേകർ എഴുന്നേറ്റ് വരും കേട്ടോ. ബാലിന് മുട്ടുകുത്താത്ത 7000 എണ്ണം ശേഷിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിന് ഈ ദേശത്ത് ചില ശേഷിപ്പുകളുണ്ട്, ചില ദേശിപ്പുകളുണ്ട്. വിവിധ ജാതിയിൽപ്പെട്ടവർ, വിവിധ മതത്തിൽപ്പെട്ടവൻ, വിവിധ വർഗത്തിൽപ്പെട്ട ചിലവ് സത്യദൈവത്തെ അറിയാതെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന എന്റെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. അത് ഈ ആളുകൾ ദൈവം കൊണ്ടുവരിക തന്നെ ചെയ്യും. ഈ പകൽ വിശ്വസിക്കാമോ? എൻ്റെ കൂടാരത്തിനകത്ത് കൃപയാലുള്ള ശേഷിപ്പുണ്ട്. ഒരു നിമിഷം കൺകള മൂടാം, ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാമോ?